വേദപുസ്തക ഭാഗം. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം 1 മുതൽ 51 വരെയുള്ള വിശുദ്ധ വാക്യങ്ങൾ വായിക്കുന്നത് കേൾപ്പിൻ. യോശുവ 19-ാം അധ്യായം 1 മുതൽ 51 വരെ. രണ്ടാമത്തെ നറുക്ക് ശിമെയോനും കുടുംബമായി ശിമെയോൻ മക്കളുടെ ഗോത്രത്തിലും വന്നു. അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിൻ്റെ ഇടയിലായിരുന്നു. അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ബേർശേബ, ഷേബ, മെലേദ, ഹസർ ഷുവാൽ, ബാല, ഹെൻസ, എൽ തലോദ്, ബേതുൽ, ഓർമ, സിക്ലാഗ്, ബേത് മർക്കബോത്ത്, അസർ സൂസ, ബേത് ലബോയത്, ഷാരുഹേൻ ഇങ്ങനെ 13 പട്ടണവും അവരുടെ ഗ്രാമങ്ങളും, അയീൻ, റിമോൻ, ഏദേൻ, ആശാൻ ഇങ്ങനെ 4 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഈ പട്ടണങ്ങൾക്ക് ചുറ്റും തെക്കേ ദേശത്തിലെ രാമ എന്ന ബലാത് വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ശിമെയോൻ മക്കളുടെ ഗോത്രത്തിനും കുടുംബമായി കിട്ടിയ അവകാശം. ശിമെയോൻ മക്കളുടെ അവകാശം യഹൂദ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു. യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നത് കൊണ്ട് അവരുടെ അവകാശത്തിന് ഇടയിൽ ശിമെയോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു. സെബൂലൂൻ മക്കൾക്ക് കുടുംബമായി 3-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശത്തിൻ്റെ അതിര് സാരീദ് വരെ ആയിരുന്നു. അവരുടെ അതിര് പടിഞ്ഞാറോട്ട് മരിയിലേക്ക് കയറി ദബേശീത്ത് വരെ ചെന്ന് യോക്നെയിമിലുള്ള തോട് വരെ എത്തുന്നു. സാരീദിൽ നിന്ന് അത് കിഴക്കോട്ട് സൂര്യോദയത്തിൻ്റെ നേരെ ക്ലീസോ തബോരിൻ്റെ അതിരിലേക്ക് തിരിഞ്ഞു താബേലിൻ്റെ ചെന്ന് യാഫിയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് ഗത്ത് ഹെഫേരിലേക്കും എത് കസീനിലേക്കും കടന്ന് യോന വരെ നീണ്ടു കിടക്കുന്ന റിമോനിലേക്കും ചെല്ലുന്നു. പിന്നെ ആ അതിര് ഹനാദിൻ്റെ വടക്ക് വശത്ത് തിരിഞ്ഞ് ഇത്താഹോ എൽ താഴ്വരയിൽ അവസാനിക്കുന്നു. ഖത്താദ്, നഹാലൽ, ഷിമ്രോൻ, ഇദ്ല, ബെത്ലഹേം മുതലായവ 12 പട്ടണവും അവരുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് സെബൂലൂൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശമായ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 4-ാമത്തെ നറുക്ക് ഇസ്ഹാരിന് കുടുംബമായി ഇസ്ഹാർ മക്കൾക്കും തന്നെ വന്നു. അവരുടെ ദേശം ഇസ്രായേൽ, കെസുലത്ത്, ഷൂനേം, അഫരീം, ഷീനോൻ, ഹനാരത്ത്, രബീത്, ഗീഷോൻ, ഏബസ്, രേമേത്ത്, എൻ ഗനീം, എൻ ഹദ, ബേത് പസീർ എന്നിവയായിരുന്നു. അവരുടെ അതിര് താബോർ, ഷാസുമ, ബെത് ഷെമേഷ് എന്നിവയിലെത്തി യോർദങ്കിൽ അവസാനിക്കുന്നു. ഇങ്ങനെ 16 പട്ടണവും അവരുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഇസ്ഹാർ മക്കളുടെ ഗോത്രത്തിനും കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണവും അവരുടെ ഗ്രാമങ്ങളും തന്നെ. അശ്ശൂർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 5-ാമത്തെ നറുക്ക് വന്നു. അവരുടെ ദേശം ഹെൽക്കത്ത്, ഹലി, ബെതേൻ, അക്ഷാഫ്, അൽ മെലാഖ്, അമാദ്, മിഷേൽ എന്നിവയായിരുന്നു. അത് പടിഞ്ഞാറോട്ട് കർമ്മയിലും ഷീഹോ ലെബ്നാന് വരെ എത്തി സൂര്യോദയത്തിൻ്റെ നേരെ ബെത് ഗദോനിലേക്കും തിരിഞ്ഞ് വടക്ക് സെബൂലിലും ബെത് എമ്മയിലേക്കും നെയിലിലും ഇത്താഫ് എൽ താഴ്വരയിലും എത്തി ഇടത്തോട്ട് കബൂൽ, ഹെബ്രോൻ, രേഹാബ്, ഹമോൻ, കാന എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെയും ചെല്ലുന്നു. പിന്നെ അതിര് രാമിലേക്ക് ഉറപ്പുള്ള പട്ടണമായ സോയിലേക്കും തിരിയുന്നു. പിന്നെ അതിര് ഹൊസയിലേക്ക് തിരിഞ്ഞ് സഖ്യ ദേശത്തിലേക്ക് സമുദ്രത്തിൽ അവസാനിക്കുന്നു. ഉമ്മ, അഫേക്, രേഹി മുതലായ 22 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇതോർ അശ്ശൂർ മക്കളുടെ ഗോത്രത്തിനും കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 6-ാമത്തെ നറുക്ക് നഫ്താലി മക്കൾക്ക് കുടുംബമായ നഫ്താലി മക്കൾക്ക് തന്നെ. അവരുടെ അതിര് ഹെലേഫും സനാമിലെ കരിവേലവും തുടങ്ങി ആദ്ബി നൊക്കബിലും യാബ്നുനിലും കുടിലകം വരെ ചെന്ന് യോർദങ്കിൽ അവസാനിക്കുന്നു. പിന്നെ അതിര് പടിഞ്ഞാറ് അസ്നോ താബൂരിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഉക്കോക്കിലേക്ക് ചെന്ന് തെക്കേ വശത്ത് സെബൂലിനോടും പടിഞ്ഞാറ് വശത്ത് അഷേരിനോടും കിഴക്ക് വശത്ത് യോർദാൻ യഹൂദയോടും തൊട്ടിരിക്കുന്നു. ഉറപ്പുള്ള പട്ടണങ്ങളായ സിദീം, സോർ, ഹമ്മദ്, ലാക്കത്ത്, കിന്നരോത്ത്, അത്മ, രാമ, ഹസോർ, കേദേശ്, എദ്രിയേൽ, എൻ ഹസോർ, ഈരോൻ, മെഗ്ദാൽ, എൽ ഹരോം, ബെത് അനാത്ത്, ബെത് ഷെമേഷ് എന്നിങ്ങനെ 19 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇവ നഫ്താലി മക്കളുടെ ഗോത്രത്തിനും കുടുംബമായി കിട്ടിയ അവകാശത്തിലെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ. ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 7-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശദേശം സേര, എസ്തയോൽ, ഈർ, ഷമേഷ്, ഷലേബിൻ, അയോലിൻ, ഇത്ല, ഏലോൻ, തിമ്ന, എക്രോൻ, എൽ തെക്കേ, ഗിബദോൻ, ബാലാത്ത്, യഹൂദ്, ബെനെ ബാരാഖ്, ഗത്ത്, റിമോൻ, മോർക്കോൻ, രാക്കോൻ എന്നിവയും
യാഫേലിനെതിരെയുള്ള ദ്വേഷവുമായിരുന്നു. എന്നാൽ ദാൻ മക്കളുടെ ദേശം അവർക്ക് പോയി. അതുകൊണ്ട് ദാൻ മക്കൾ പുറപ്പെട്ട് ലമീഷിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ച് അവകാശമാക്കി അവിടെ പാർത്തു. യെശുരൂമിന് തങ്ങളുടെ അപ്പനായ ദാൻ്റെ പേരിൻ പ്രകാരം ദാൻ എന്ന് പേരിട്ടു. ഇത് ദാൻ മക്കളുടെ ഗോത്രത്തിലും കുടുംബമായി കിട്ടിയ അവകാശ പട്ടണങ്ങളും ഗോത്രങ്ങളുമാകുന്നു. അവർ ദേശത്തെ അതിര് തിരിച്ച് കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂൻ്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. അവൻ ചോദിച്ച പട്ടണമായ എഫ്രൈം മലനാട്ടിലുള്ള തിമ്നാത്ത് സോരോ അവർ യഹോവയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു. അവൻ ആ പട്ടണം പണിത് അവിടെ പാർത്തു. ഇവ പുരോഹിതനായ ഏലിയാസിനും നൂൻ്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെയും ഗോത്രപിതാക്കന്മാരിൽ പ്രധാനികളും ശിലോവിൽ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങളാകുന്നു. ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു. ഇവിടെ നിശ്ചയിക്കപ്പെട്ട വേദവാക്യം വായിച്ച് അവസാനിക്കുന്നു. ഒരിക്കൽ